സ്ക്രീനിലേക്ക് സ്വാഗതം. നെടുമണ്ണി ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി വികാരി റവറൻഡ് ഫാദർ ആരോമലുണ്ണി പീറ്റേഴ്സ്കീറിനെ അറിയിച്ചു. നൊവേനയുടെയും മറ്റൊരുക്കങ്ങളുടെയും 4ാം ദിവസത്തിലേക്ക് ഇന്ന് കടക്കുമ്പോൾ വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് ഇത്തവണ രൂപം നൽകിയിരിക്കുന്നത്. വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വിവിധ ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നതായി അറിയുന്നു. നെടുമണ്ണി ഇടവകയുടെ ചരിത്ര വഴികളിലേക്ക് ഒരു തിരനോട്ടം. 1949 അന്ത്യപാദം. കേരളക്കരയ്ക്ക് ആത്മീയ പുളകം ചാർത്തിയ കാലം. അന്ന് ഭാരതത്തിൽ ദർശനപ്രയാണം നടത്തിയ ഫാത്തിമാനാഥയുടെ ദിവ്യരൂപം കേരളക്കരയിലുമെത്തി. കാഞ്ഞിരപ്പള്ളിയിലും മണിമലയിലും പിന്നിട്ട് രൂപപ്രയാണം നെടുങ്കുന്നത്തേക്ക് പോകും വഴി നെടുമണ്ണിയിൽ ഹൃദ്യമായ സ്വീകരണം പീലിയാനിക്കൽ തോമ ഉലഹന്നാൻ്റെ നേതൃത്വത്തിൽ നടന്നു. ആത്മീയ കാര്യങ്ങൾക്ക് നെടുങ്കുന്നം പള്ളിയെ ആശ്രയിച്ചു പോരുന്ന വിശ്വാസികൾ സമീപത്ത് ഒരു പള്ളി ഉണ്ടാകണമെന്ന് ദാഹിച്ചിരുന്ന കാലമായിരുന്നു അത്. ഫാത്തിമാനാഥയുടെ നാമത്തിൽ പള്ളി സ്ഥാപിക്കുവാൻ കാരണവന്മാർ നിശ്ചയിച്ചു. പീലിയാനിക്കൽ ശ്രീ തോമ കുഞ്ഞ് പള്ളിക്കായി 1.25 ഏക്കർ സ്ഥലം സംഭാവന ചെയ്തു. ഇന്നിരിക്കുന്ന സ്ഥലത്ത് പള്ളി സ്ഥാപിക്കാനുള്ള അനുവാദം ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചു. 1950 മെയ് 13 അരമനയിൽ നിന്നുള്ള അനുവാദപ്രകാരം 2 ആഴ്ച കൊണ്ട് ഒരു വലിയ ഷെഡുണ്ടാക്കി ഉത്സവ പ്രതീതിയോടെ അതിൽ 1950 മെയ് 31 നെടുങ്കുന്നം വികാരി ബഹുമാനപ്പെട്ട ആലഞ്ചേരിൽ ഈപ്പച്ചൻ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് വെരി റവറൻഡ് ഡോക്ടർ പ്ലാസിഡ് CMI അച്ഛനായിരുന്നു. ആദ്യവികാരി തോട്ടയ്ക്കാട്ട് ഇടവകാംഗം ചോതിരക്കുന്നേൽ ബഹുമാനപ്പെട്ട ഈനാസ് അച്ഛനാണ്. സേവനകാലം 1952 മുതൽ 59 വരെ. അദ്ദേഹത്തിൻ്റെ കാലത്ത് 1953 മാർച്ച് 25 നെടുമണ്ണി ഇടവകയായി ഉയർത്തപ്പെട്ടു. ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ശ്രദ്ധേയമായ ഒരു ഇടവകയാണ്. ഇപ്പോഴത്തെ വികാരി റവറൻഡ് ഫാദർ ആരോമലുണ്ണിയുടെ നേതൃത്വത്തിൽ വിപുലമായ ആത്മീയ സാംസ്കാരിക പരിപാടികൾ നടന്നുവരുന്നു.